ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളങ്ങോട്ട് പോകും. സീസൺ ടൈം കിട്ടലായിരിക്കും. നല്ല ഭംഗിയുള്ള പട്ടിക്കുട്ടിയല്ലേ. കുറേ ദൂരം പോകണ്ട ഇനി. നല്ല ബ്ലോക്കാണല്ലോ അളിയാ, പണി കിട്ടുമോ? ഇനി ഞാൻ ആദ്യമായിട്ട് ടണലിലോട്ട് വരുന്നു കേട്ടോ. വാവ്, നല്ല ഈസ്തെറ്റിക് ബ്യൂട്ടി അല്ലേ കാണാൻ. You are watching mountains, sky, ocean, monuments, countries, histories, stories. You are watching Chronicles of Pratyush. എനിക്ക് ഇവിടുന്ന് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളങ്ങോട്ട് പോകും. വാട്ടർഫോൾസ് കാണണം, പിന്നെ അല്ലെങ്കിൽ റിവർ സൈഡിൽ എന്തായാലും അത് സെറ്റ് ചെയ്യണം. യെസ്, ഒറ്റ മൈലിലാണ് നേരെ പുറത്തേക്ക് ഇറങ്ങിയത്. വഴിയും കാര്യങ്ങളൊന്നും കാര്യമായിട്ട് അറിയില്ല. ഇവിടെ അടുത്തെവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്നാണ് പുറത്തുനിന്ന് കണ്ടൊരു ചെങ്ങായി പറഞ്ഞത്. അപ്പോൾ ആ വെള്ളച്ചാട്ടം നോക്കിയിട്ടാണ് രാവിലെ പോകുന്നത്. അപ്പോൾ ഇറങ്ങി ഇടത്തോട്ട് എങ്ങോട്ടോ നടന്നു കഴിഞ്ഞാൽ അവിടെ എത്താമെന്നാണ് പറഞ്ഞത്. നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ, അതുകൊണ്ട് ലൈറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നഗരം ഉണർന്ന് വരുന്നേ ഉള്ളൂ, സൂര്യൻ ഉദിക്കാനാവുന്നതേ ഉള്ളൂ. അപ്പം ചെറുതായിട്ട് വെട്ടമൊക്കെ അങ്ങ് ദൂരെ മലയിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്കൊന്നല്ല ഈ വാട്ടർഫോൾസ് കാണാൻ പോകുന്നത്, നമ്മുടെ പിള്ളേർ സെറ്റെല്ലാം ഉണ്ട്. നല്ല സുഖമുണ്ട്. എന്താ രസം. രാത്രി ക്യാമ്പ് ഫയർ ഉള്ളതുകൊണ്ട് ഇന്ന് ഉറങ്ങാൻ കഴിയില്ല. അത് മഴോട്ടേക്ക് പോകണേ, മഴോട്ടേക്ക് ക്യാമ്പ് ഫയർ ഇല്ലേ? ക്യാമ്പ് ഫയർ കഴിഞ്ഞിട്ട് പതിനൊന്ന് ഉണ്ടെന്നല്ല മഴ റോഡിൽ പറയാം. 12 മണി വരെ ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് തിരിച്ചു വരുന്ന ഇന്നലെ മഴ റോഡ് അങ്ങനെ അധികം പോകാൻ കഴിയില്ല. 1 മണിക്കൂറിൽ അങ്ങനെ പോകാൻ. ഇന്ന് 2-3 മണിക്കൂറാണെങ്കിൽ പോകണം മിനിമം. ശരിക്കും ഹസ്കി കാണാം. ഇത് നാടൻ പട്ടിയല്ലേ, ഫേസ് പോലും ഹസ്കി ഫേസ്. വഴിയറിയാത്ത ഞങ്ങളെ വാട്ടർഫോൾസിലേക്ക് നയിക്കുന്നത് ഈ മുമ്പിൽ പോകുന്ന ഹസ്കിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ തെരുവോട്ടിനെ വളർത്തുന്ന പോലെയാണ് ഇവിടെ ആൾക്കാർ ഹസ്കിനെ വളർത്തുന്ന തോന്നുന്നു. കാരണം ഹസ്കിയും ഡോബർമാനൊക്കെയാണ് ഇവിടുത്തെ തെരുവ് പട്ടികൾ. എനിക്കങ്ങനെ പൊതുവെ രാവിലെ എണീച്ചിട്ട് നടക്കാൻ പോകുന്ന ശീലമൊന്നുമില്ല. ഞാൻ രാവിലെ പൊതുവെ എണീക്കലില്ല. പക്ഷേ ഒരു സ്ഥലത്ത് നമ്മൾ കാണാൻ വന്നാൽ അവിടുത്തെ എല്ലാ സാധനങ്ങളും മാക്സിമം കാണണമല്ലോ. അതുകൊണ്ടാണ് വലിയ ഐഡിയ ഇല്ലാഞ്ഞിട്ടും ഏതോ ഒരു വാട്ടർഫോളും തപ്പി അത് രാവിലെ എണീച്ച് നടക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നിറയെ ഹോട്ടൽസും സ്റ്റേയും കാര്യങ്ങളൊക്കെയാണുള്ളത്. ഇതാണ് സുഹൃത്തുക്കളെ ആ മഹാൻ പറഞ്ഞ വാട്ടർഫോൾസ്. ഈ പ്രാവശ്യം കാര്യമായി മഞ്ഞുരുകി വെള്ളം വരാത്തതിനാൽ അവിടെ വാട്ടർഫോൾസ് ഒന്നും ഇല്ല. ചതിക്കപ്പെട്ടു വാട്ടർഫാൾസ് വെള്ളമില്ല. ഈ ആക്രമണകാരികളായ പട്ടികൾക്കിടയിലൂടെ നടക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. കുറച്ച് സമയം വെള്ളമില്ലാത്ത ആ വെള്ളച്ചാട്ടം നോക്കി നിർവൃതി അടഞ്ഞ് അവിടെ തന്നെ നിന്നു. അപ്പോൾ വേറെ ഏതെങ്കിലും വെള്ളച്ചാട്ടം ഉണ്ടോയെന്ന് ഇവിടെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനൊരു സാധനം മാത്രമേ ഇവിടെ ഉള്ളൂ എന്നാണ്. താഴെ ബിയാസ് നദി കാണാം. ഒന്നെങ്കിൽ വാട്ടർഫോൾസ് അല്ലെങ്കിൽ റിവർ സൈഡ്, ഇതിലേതെങ്കിലും ഒന്നായിരുന്നു പ്ലാനിങ്ങിലുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഐക്യകണ്ഠേന വാട്ടർഫോൾസ് തിരഞ്ഞെടുത്തുകൊണ്ട് ഇനി റിവർ സൈഡിലേക്ക് പോകാനുള്ള സമയം നമുക്കില്ല. സമയം ഇപ്പോൾ ഒരു 7 മണി ആയിട്ടേ ഉണ്ടാവും. ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ് വരെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല റൂമിൽ പോയിട്ട്. അതുകൊണ്ട് ഞാൻ മാത്രം ഈ ഒരു ആപ്പിൾ തോട്ടത്തിൻ്റെ ഉള്ളിലോട്ട് നടക്കാമെന്നുള്ള മൈൻഡിൽ നടന്നു. അപ്പോൾ താഴെ മണാലി നഗരം കാണാം. ഇത് നമ്മുടെ സ്റ്റേയിൻ്റെ താഴെ തന്നെയുള്ള ആപ്പിൾ തോട്ടമാണ്. ഇത് എത്രയോ ഏക്കർ കണക്കിന് വ്യാപിച്ച് കിടക്കുന്നതാണ്. ഞാൻ ഈ ഒരു ആപ്പിൾ തോട്ടത്തെക്കുറിച്ച് ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് അതിനെക്കുറിച്ചും പറയാനില്ല. രാവിലെ ഒരു അടപ്പ് സുഖത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അതിലൂടെ നടക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം അപ്പുറത്തെ വഴിയെ പോയി. അപ്പം ഇതുവഴി വന്നൊരു പട്ടി ആണ് എന്നെ ഈ വഴി കാണിച്ച് സഹായിച്ചത്. ഇവിടെ ഗൈഡ് ഡോഗായിട്ടും ഈ ഒരു ആപ്പിൾ തോട്ടം നിയന്ത്രിക്കാനോ നോക്കാനാണെന്ന് തോന്നുന്നു ഇഷ്ടംപോലെ പട്ടികളെ കാണാം. അപ്പം ഞാനിതിൻ്റെ ഉള്ളിലോട്ടേക്ക് നടന്നു. കുറേ ദൂരം നടന്ന് നമ്മുടെ ഹോട്ടലിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തി. ഇതാണ് ഗൈസ് നമ്മുടെ ഹോട്ടൽ. എത്ര നടന്നിട്ടും ഹോട്ടലിൻ്റെ ഭാഗത്തേക്ക് പോകാനുള്ള ഒരു വഴി കാണുന്നില്ല. കുറേ നടന്നു. ആ പട്ടീനെ ഇടയ്ക്ക് അവിടെ വെച്ചു മിസ്സായി, അത് കാണാതായി. ഞാൻ കുറേ സമയം മുമ്പോട്ടേക്ക് പോയി വഴി നോക്കി, എന്നിട്ടും കിട്ടിയില്ല. എന്നിട്ട് തിരിഞ്ഞ് ഏതൊക്കെ ഒരു വഴി കണ്ടുപിടിച്ചാണ് പിന്നെ റൂമിലെത്തിയത്. വളരെ മികച്ച ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഇന്ന്. ആലു പൊറോട്ടയും ബ്രെഡും മുട്ടയും പിന്നെ കുറച്ച് കോൺഫ്ലെക്സ്. നേരൊക്കെ നല്ലപോലെ വെളുത്തു, വെയിൽ വന്നു തുടങ്ങി. ഇതാണ് ബാൽക്കണി എന്നുള്ളൊരു വ്യൂ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് സൈറ്റ് സീയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് റൂമിൽ നിന്ന് ഇറങ്ങണം. ഇതാണ് ആശിഷ് ഭായ്. ഇദ്ദേഹമാണ് നമ്മുടെ ഇന്നത്തെ സാരഥി. ഇന്ന് പോകുന്നത് അടൽ ടണൽ ഭാഗത്തേക്കാണ്. അവിടെ ചെറിയൊരു ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം 27 കിലോമീറ്റർ അടുത്ത് അങ്ങോട്ടേക്ക് ദൂരമുണ്ട്. പോകുമ്പോൾ തന്നെ അത്യാവശ്യം തിരക്കില്ലാത്തൊരു പണി കിട്ടി.
ഒരു മികച്ച ബ്ലോക്കായിരുന്നു നമ്മുടെ മുമ്പിലുണ്ടായിരുന്നത്. പക്ഷെ നമ്മുടെ അണ്ണൻ ഒരു പ്രോ ഡ്രൈവർ ആയതുകൊണ്ട് മറ്റു വാഹനങ്ങളെല്ലാം ഒഴിവാക്കി വളരെ വേഗം തന്നെ നമ്മളെ മുമ്പിലേക്ക് എത്തിച്ചു. അതുകൊണ്ട് തന്നെ അധികം സമയം അവിടെ നഷ്ടമായില്ല. ഞാൻ ആശിഷ് ഭായിയോട് കുറച്ച് സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ എൻ്റെ ഹിന്ദി അദ്ദേഹത്തിന് മനസ്സിലാകത്താണോ അതോ അദ്ദേഹം പറയുന്നത് എനിക്ക് മനസ്സിലാകാഞ്ഞിട്ട് ഞാൻ തിരിച്ച് വേറെന്തോ പറയുന്നതാണോന്നറിയില്ല. അധിക നേരം ആ സംസാരം അതുകൊണ്ട് നീണ്ടുന്നില്ല. ശേഷം ഇന്നത്തെ ആദ്യത്തെ ഡെസ്റ്റിനേഷനായിട്ടുള്ള അടൽ ടണലിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ അടൽ ടണലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഹൈ ആൽറ്റിറ്റ്യൂഡിൽ സ്ഥിതി ചെയ്യുന്ന, അതായത് ഏകദേശം 10,000 ഫീറ്റിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഹൈവേ ടണലാണ് അടൽ ടണൽ. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിക്ക് സമർപ്പിച്ചുകൊണ്ടാണ് ഈ ടണൽ നിർമ്മിച്ചിട്ടുള്ളത്. ടണൽ നിർമ്മാണം ആരംഭിക്കുന്നത് 2010-ലാണ്. പണി പൂർത്തിയായി 2020 ഒക്ടോബർ 3-നാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി ടണൽ രാജ്യത്തിനായിട്ട് സമർപ്പിക്കുന്നത്. ന്യൂ ഓസ്ട്രിയൻ ടണലിംഗ് മെത്തേഡ് എന്ന പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ടണൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. 9.2 കിലോമീറ്ററാണ് ടണലിൻ്റെ ദൂരം. മുൻപ് ലഹൗൾ സ്പിറ്റി ഭാഗത്തേക്ക് 116 കിലോമീറ്ററും 6 മണിക്കൂറും സമയം എടുത്തിരുന്നിടത്താണ് ടണലിൻ്റെ വരവോടെ ഏകദേശം ദൂരം 71 കിലോമീറ്ററായിട്ട് കുറയുകയും 4 മണിക്കൂർ അടുത്ത ലാഭം യാത്രികർക്ക് കിട്ടുകയും ചെയ്യുന്നത്. ലഡാക്ക് പോലെയുള്ള തന്ത്രപ്രധാന മേഖലകളിലേക്ക് സൈന്യത്തിന് എത്തിച്ചേരാനും സ്പിറ്റി പോലെയുള്ള സ്ഥലങ്ങൾ വിനോദസഞ്ചാര കേന്ദ്രമായി വളരാനും ഈ ടണൽ കാരണമായി. ഓരോ 2-3 കിലോമീറ്റർ കൂടുമ്പോഴും എമർജൻസി എസ്കേപ്പ് ടണലുകളും CCTV ക്യാമറകളും എയർ ക്വാളിറ്റി സെൻസേഴ്സും വെന്റിലേഷനും സിസ്റ്റവും ഒക്കെ കൊടുത്തിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ടണലുകളിലൊന്നാണ് ഈ അടൽ ടണൽ. ചെനാബ് റെയിൽ ബ്രിഡ്ജ് കഴിഞ്ഞാൽ ഈ മോഡേൺ ഇന്ത്യയിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങളിലൊന്നായിട്ട് കൂടെ നമുക്ക് ഈ ടണലിനെ പറയാം. ടണൽ പ്രധാനമായിട്ടും മണാലിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്ന പ്രധാന റൂട്ടും കൂടിയാണ്. NH3 ആണ് ഇതുവഴി കടന്നു പോകുന്ന ഹൈവേ പാത. ഇപ്പം ഞാൻ നോർത്ത് പോർട്ടലിൽ നിന്നാണ് എൻട്രി ചെയ്തത്. ഇനി സൗത്ത് പോർട്ടലിലാണ് എക്സിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എത്താനാവുന്ന സമയത്ത് കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടി. ഞാനടക്കം എല്ലാവരും വളരെ ആവേശത്തിലാണ്. ടണലിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുറത്തു മുഴുവൻ മഞ്ഞായിരിക്കും എന്നുള്ള പ്രതീക്ഷയാണ് എല്ലാവർക്കും. കാരണം മണാലിയിൽ കാര്യമായ മഞ്ഞ് നമുക്കില്ല. അപ്പോൾ അടൽ ടണലിൻ്റെ ഭാഗത്ത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പക്ഷേ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ടായിരുന്നു. പ്രത്യേകിച്ച് മഞ്ഞോ കാര്യങ്ങളോ ഒന്നും ഈ അടൽ ടണൽ ഭാഗത്തോ മണാലി ഭാഗത്തോ ഇല്ല. ഇപ്രാവശ്യം മഞ്ഞ് വീഴ്ച വളരെ കുറവാണ് ഞാൻ ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത്. ശരിക്കും മഞ്ഞ് കാണാനാണ് നമ്മളിങ്ങോട്ട് വരുന്നതെങ്കിൽ പോലും മഞ്ഞില്ലെങ്കിലും ഹിമാലയത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു ബ്യൂട്ടിയും കാര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾക്ക് ഇതെപ്പോഴും സൂപ്പറായിരിക്കും. ഈ കാണുന്നത് ചെനാബ് റിവറാണ്, സിന്ധു നദിയുടെ കൈവഴികളിലൊന്ന്. വളരെ നല്ല രസമുള്ള കാഴ്ചകളാണ് ഇവിടെ ചുറ്റും. ഞാനും ഈ ഒരു ടണലിൻ്റെ സൈഡിലേക്കൂടെയുള്ള വഴി കൂടെ മേലേക്ക് കയറി. മേലെ ചെല്ലുമ്പോൾ ധാരാളം ആൾക്കാർ അവിടെ നിൽപ്പുണ്ട്. പോയിട്ട് വരുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. നമ്മൾ ഏകദേശം ഒരു 11 മണിയായപ്പോഴാണ് ഇവിടെ എത്തിയത്. ഈ ടണൽ തന്നെയാണ് ഇവിടെ ആൾക്കാർ വരാനുള്ളൊരു പ്രധാന റീസൺ. ഒരു വികസന പ്രവർത്തനം കൊണ്ട് അത് 2 പ്രദേശങ്ങളെ ഒന്നിപ്പിക്കുക മാത്രമല്ല, ആ സ്ഥലത്ത് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് വളർത്തുകൂടി ആണ് ചെയ്യുന്നത്. ഈ ഒരു ടണൽ ഇവിടെ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഈ ഒരു പ്രദേശം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് ഒരിക്കലും വളരില്ലായിരുന്നു. ധാരാളം സഞ്ചാരികളാണ് ഇവിടെ വർഷാവർഷം തോറും സന്ദർശിക്കുന്നത്. അപ്പോൾ ഞാനും മുമ്പിലേക്ക് നടന്നു. ഇവിടെ ഈ കഴുത സവാരിയൊക്കെ കിട്ടും. നടക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് ആ കഴുത സവാരിയിൽ കയറാം. പൈസ എത്രയാണെന്നറിയില്ല, ഞാൻ ചോദിച്ചില്ല. അപ്പോൾ ദൂരെ അങ്ങ് കാണുന്നത് കൊക്സാറിൻ്റെ ഭാഗങ്ങളൊക്കെയാണ്. ഞാൻ മുമ്പിലേക്ക് നടന്നു. മഞ്ഞ് തേടിയിട്ടാണ് ആ മലയിലേക്ക് ഇപ്പോൾ നടക്കുന്നത്. കുറച്ച് മഞ്ഞ് കാണുന്ന സ്ഥലത്ത് പോയി ഇരിക്കണം. അപ്പോൾ അങ്ങോട്ടേക്കുള്ള വഴി കുറച്ച് ദുർഘടമാണ്. കല്ലും കാര്യങ്ങളൊക്കെ ഉരുളൻകല്ലൊക്കെ ഉണ്ട്. അപ്പോൾ തട്ടി താഴെ വീഴാനും കൈയും കാലൊക്കെ ഒടിയാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് നടക്കണം. എനിക്ക് ഈ വീഡിയോ എടുത്ത് ഇത് നിലത്ത് നോക്കി നടക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഭയങ്കര ടൈം എടുത്ത് ഇരുന്ന് വളരെ പതുക്കെയാണ് നടന്ന് ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തത്. ഈ സൈഡിൽ കുറച്ച് ഡ്രൈ ഐസും കാര്യങ്ങളുണ്ട്. അത് ചവിട്ടിയാൽ ഉറപ്പായിട്ട് തന്നെ വീഴും. അപ്പോൾ അതൊന്നും കുറച്ച് അകന്നാണ് നടക്കുന്നത്. ഇവിടെ കൃത്യമായിട്ട് പോകാനായിട്ടുള്ള സ്ഥലമൊന്നുമില്ല കേട്ടോ. ഇവിടെ കയറുക, ഏതെങ്കിലും ഒരു മലേനെ ലക്ഷ്യമാക്കിയിട്ട് മഞ്ഞുള്ള ഭാഗത്തേക്ക് നടക്കുക, എന്നിട്ട് മഞ്ഞുള്ള ഭാഗത്തേക്ക് ഇരിക്കുക. അതാണ് എല്ലാ ആൾക്കാരും ഇവിടെ നിന്ന് ചെയ്യുന്നത്. സാധാരണ സീസണുകളിൽ നല്ല മഞ്ഞ് വീഴുന്നൊരു പ്രദേശം കൂടെയാണ് ഇവിടെ. ഈ മഞ്ഞ് ഉരുകി പോകുന്നൊരു ചാലാണ് ഈ കാണുന്നത്. അപ്പം ഈ പ്രാവശ്യം മഞ്ഞില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. നല്ല മഞ്ഞ് വീഴ്ചയുള്ള സമയത്താണെങ്കിൽ ആൾക്കാർ മുകളിലേക്ക് പോക്കില്ല. ഇപ്പോൾ മഞ്ഞ് ഇല്ലാത്തതുകൊണ്ടാണ് ആൾക്കാർ മഞ്ഞ് തേടി മേലേക്ക് പോകുന്നത്.
പിന്നെ എങ്ങോട്ട് പോയാലും വളരെ നല്ല കാഴ്ചകളാണ് കാണാനുള്ളത്. ഹൈ ആൾട്ടിറ്റ്യൂഡിൽ കയറുന്നൊരു പ്രശ്നമൊന്നും തൽക്കാലം എനിക്കില്ല. ഞാൻ കാരണം ഒരു വട്ടം മണാലിൽ വന്നതാണ്, അപ്പോഴും എനിക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു തണുപ്പ് ഇവിടെ ഉണ്ട്, അതുകൊണ്ട് സൺബേൺ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ തേച്ചിട്ടാണ് നടക്കുന്നത്. എൻ്റെ കൂടെ തന്നെ നമ്മുടെ ട്രിപ്പിലെ കുറച്ച് പിള്ളേരും മുമ്പിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വഴി കാണിച്ചാണ് ഞാൻ നടക്കുന്നത്. പക്ഷേ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ ബേക്കിലാണെന്നേ ഉള്ളൂ. കുറച്ച് ദൂരം നടന്ന് കുറച്ച് വെള്ളം കുടിച്ച് ഒരു 5-10 മിനിറ്റ് ഇരുന്ന് പിന്നെ നടന്ന് അങ്ങനെയാണ് കയറുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഒറ്റ കയറ്റമല്ല, പയ്യെ പയ്യെ ഇരുന്നൊക്കെയാണ് കയറുന്നത്. കാരണം നിലം കുറച്ച് സ്ലോപ്പിയാണ്, അതിൽ കൂടെ നടക്കാനും കുറച്ച് പാടാണ്. കുറച്ച് ഗ്രിപ്പ് ചെയ്ത് നടന്ന് കയറണം. പിന്നെ മുമ്പിലേക്കൊന്ന് നടന്ന് ബാക്കിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഇതേപോലെ തന്നെ ഓപ്പോസിറ്റും വളരെ പൊക്കമുള്ള മലനിരകൾ തന്നെയാണ്. ഈ മലയുടെ മുകളിലേക്ക് ഇനിയും കയറണമെന്നുണ്ട്, പക്ഷേ അതിവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിറങ്ങാൻ സമയം ഉണ്ടാവില്ല. പിന്നെ വഴിയും കാര്യങ്ങളും അങ്ങോട്ടേക്കുള്ളത് കാണാനുമില്ല. പക്ഷെ അതിന് പകുതി വരെ പോവാം, പകുതി വരെ ആൾക്കാരെ കാണുന്നുണ്ട്. അപ്പോൾ അവിടം വരെ എന്തായാലും പോയി തിരിച്ചു വരും. പിന്നെ ഒരു മഞ്ഞുള്ള ചെറിയ സ്ഥലം കണ്ടുപിടിച്ചു, കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. ഇനി തിരിച്ച് താഴേക്ക് ഇറങ്ങണം. താഴെ ഇറങ്ങണം, വേണം ഫുഡ് കഴിക്കാൻ. ഇന്ന് ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഈ പുറത്ത് താഴെ പോയി വേണം കഴിക്കാൻ. ശരിക്കും കയറ്റം കയറുന്നതിനേക്കാളിലും പാടാണ് ഇറങ്ങിറങ്ങാൻ. കുറച്ച് എക്സ്ട്രാ കോൺഷ്യസ് ആയിട്ട് നിന്നാലേ ഈ ഒരു ഇറക്കം ഇറങ്ങി താഴെ എത്താൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ ഇവിടെ ഒരു വലിയ കറുത്തുണ്ട്, അതിൻ്റെ അപ്പുറം ചെറിയൊരു മഞ്ഞ്, ഇവിടത്തെക്കാട്ടിലും കൂടുതൽ മഞ്ഞുള്ളൊരു സ്ഥലമുണ്ട്. അപ്പം കുറച്ച് പഞ്ചാബികളായിട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. അവർ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള പീപ്പിളാണ്. അപ്പോൾ അവരത് ഇറങ്ങി ഇങ്ങനെ കയറി പോകുന്നുണ്ട്. അപ്പോൾ കയറുന്ന സമയത്ത് വലിയ ഉരുളൻ കല്ലൊക്കെയാണ് ബാക്കിൽ വരുന്ന ആളുടെ സൈഡിലൂടെയൊക്കെ പോകുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് ഒരു പേടിയായി. പിന്നെ അങ്ങോട്ടേക്ക് നോക്കിക്കൊണ്ടിരുന്നില്ല, മേലേക്ക് നോക്കി. ഇനിയും കയറാൻ കുറേ ഉണ്ട്, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് കയറാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കാഴ്ചയും ആൾക്കാരൊക്കെ കുറേ സമയം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ചുറ്റിനും വലിയ മലനിരകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പൊട്ടി വീഴുന്നുള്ള രീതിക്കാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഞാൻ ആ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇനി താഴേക്ക് ഇറങ്ങാനുള്ള മൈൻഡിൽ നിന്നു. മേലെ നിന്ന് കുറച്ച് ചാട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് മേടിച്ച് കഴിച്ചു. എന്നാലും വിശപ്പടങ്ങിയിട്ടില്ല, വേഗം താഴെത്തി വിശപ്പടക്കണം. ട്രക്കിങ് കഴിഞ്ഞ് താഴെ ഇറങ്ങണം. എൻ്റെ പള്ളി ഈ മുമ്പിൽ പോകുന്ന ആൾക്കാർ ഈ ഒരു സ്ഥലം മുഴുവൻ ഓടിയാണ് ഇറങ്ങിയത്. എന്തോ സമയം പോയിട്ടാണോന്നും അറിയില്ല, പക്ഷേ ഇപ്പം വീഴുന്നുള്ള മട്ടിലാണ് അവരുടെ നടപ്പും കാര്യങ്ങളും. ഇവിടെ നിന്ന് ഓടിത്തുടങ്ങി താഴെ അങ്ങ് വരെ കഴിഞ്ഞിട്ടാണ് നിർത്തിയത് ഓട്ടോ മത്സരം. പിന്നെ ഞാനിപ്പോൾ നടന്ന ഏകദേശം ഒരു താഴ്ഭാഗത്ത് എത്താനായി. താഴെ ആ ഒരു വന്ന ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ കാണാം. BOR ആണ് ഇവിടുത്തെ റോഡിൻ്റെ പണിയും പാലത്തിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ പാലത്തിൻ്റെ അവിടുന്ന് ഇടത്തേക്ക് കാണുന്ന വഴി സിസു സ്പിറ്റിയൊക്കെ പോകുന്ന വഴിയാണ്. വലിയ മഞ്ഞൊന്നുമില്ല, കുഴപ്പമില്ല. പിന്നെ ആരും മണാലിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഈ ഡ്രസ്സൊന്നും പ്രത്യേകിച്ച് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത്രയ്ക്കുള്ള സ്നോ ഒന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ ഒരു ജാക്കറ്റ് എടുത്തിട്ട് വരുന്നുണ്ടെങ്കിൽ അത് തന്നെ ഇടുക. ഷൂസ് ഉണ്ടെങ്കിൽ അത് തന്നെ ഇടുക. പിന്നെ ഈ സാധനത്തിനൊന്നും ആവശ്യമില്ല, അത്രയ്ക്ക് സ്നോ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സാധനമൊന്നും ഈ വർഷം കാണാനില്ല, എന്തായാലും ഇതുവരെ ഇല്ല. നിങ്ങൾ അത് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. നടന്ന് താഴെ എത്തി ലാസ്റ്റ്. വേറൊന്നും ഇവിടെ കിട്ടാനില്ലാത്തതുകൊണ്ട് കുറച്ച് മോമോസും നൂഡിൽസാണ് ഇവിടുന്ന് കഴിച്ചത്. ഈ ഒരു മണാലി പാർട്ടും ഇവിടെ തീരുന്നു. അടുത്ത മണാലി വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.